Hi friends, welcome to D Indian Cuisines. നമ്മുടെ ഇന്നത്തെ റെസിപ്പി പോഹ. ഇത് നമ്മൾ വെള്ള അവൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനുമാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 250 ഗ്രാം പോഹ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മീഡിയം തിക്നെസ് ഉള്ള അവലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം പോഹയിൽ കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇത് നൈലോൺ സേവ് ആണ്. ഇത് അവസാനം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. പിന്നെ ഞാനൊരു അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ കായപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഈ ഒരു വലുപ്പത്തിൽ നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ നാരങ്ങ ആണെങ്കിൽ ഒരു ഹാഫ് നാരങ്ങ എടുത്താലും മതിയാവും. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, പഞ്ചസാര. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പോഹ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ മീഡിയം തിക്നെസ് ഉള്ള പോഹയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പോഹ നമുക്ക് 3 തരത്തിലേക്ക് മേടിക്കാൻ കിട്ടും. ഒന്ന് തിൻ പോഹ, മീഡിയം പോഹ, തിക്ക് പോഹ. അപ്പോൾ തിൻ പോഹയാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ തിൻ പോഹ കുറച്ചും കൂടെ പരന്നിരിക്കും. അപ്പോൾ അതാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ അവൽ നനയ്ക്കുന്ന പോലെ നനച്ചെടുത്താലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. മീഡിയം പോഹ അല്ലെങ്കിൽ തിക്ക് പോഹയാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം വെറും 20 സെക്കൻഡ് മാത്രം വെക്കുക. കൂടുതൽ നേരം വെക്കരുത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് ഊറ്റിയെടുക്കുക നന്നായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്ക് വയ്ക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബായി ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കപ്പലണ്ടി ഇപ്പം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാൻ പറ്റും. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്നത് വരെ. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ എണ്ണയിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നിറം മാറുന്നവരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം സവാള ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതാണ് വഴറ്റിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങ് വഴറ്റിയെടുക്കുന്ന നേരം കൊണ്ട് അത് ഭയങ്കരമായിട്ടും കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത്. സവാളയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ നമ്മൾ നേരത്തെ പോഹ നനച്ചപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം ഒന്ന് നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി ആഡ് ചെയ്തിട്ട് വെറും 2-3 മിനിറ്റ് മാത്രം സോട്ട് ചെയ്താൽ മതി. നമുക്കത് വെന്തുടയേണ്ട ആവശ്യമില്ല.
ഞാൻ ഇനി ഇതിലേക്ക് പോഹ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പോഹ ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയി നല്ലതായിട്ട് വിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിപ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് നോക്കുക, ഉപ്പ് പാകത്തിനുണ്ടോ എന്ന്, ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പോഹ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇനി കപ്പലണ്ടിയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ട് കൊടുക്കരുത്, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ചൂട് കാരണം അത് ചിലപ്പം അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോവും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കഴിക്കാൻ നേരത്തെ ഇതിലേക്ക് സേവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആഡ് ചെയ്യുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.